ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് റെസിപ്പി ആയിട്ടാണ്. പുറമേയൊക്കെ ക്രിസ്പിയും ഉള്ളൊക്കെ നല്ല സോഫ്റ്റും ആയിട്ടുള്ള ചോക്ലേറ്റ് ബർഫിയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു സ്റ്റീലിൻ്റെ ബൗൾ ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം ഇതിലോട്ട് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 20 ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് ചോക്ലേറ്റ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 4 ടേബിൾ സ്പൂൺ കടലപ്പൊടി, 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ പൊടിയുടെ ഒക്കെ പച്ച ചുവ പോകുന്ന വരെ വേണം വറുത്തെടുക്കാനായിട്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണേ, കരിഞ്ഞു പോകരുത്. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പൊടികളൊക്കെ ചോക്ലേറ്റിൽ നന്നായിട്ടൊന്ന് കൂടിക്കലരും വിധം ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടാണ് ഇളക്കിയെടുക്കുന്നതെങ്കിൽ പൊടികളുടെ ചെറിയ ചെറിയ കട്ടകളൊന്നും ഉണ്ടാവില്ല, എല്ലാം അലിഞ്ഞു പോയിക്കോളും. ഇപ്പോൾ ഇത് ചോക്ലേറ്റിലുള്ള ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബർഫി സെറ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഈ ഓയിലെല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള വാൽനട്ട്സ് ആണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വാൽനട്ട്സിന് പകരം നിങ്ങൾക്ക് ബദാം, അതുപോലെ പിസ്ത, കാഷ്നട്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് ചോക്ലേറ്റ് ബർഫിയുടെ മിക്സ് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മിക്സ് മുഴുവനായിട്ടും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മേലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ശേഷം ഇതൊരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് 2 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് ബർഫി ഇതാ പെർഫെക്റ്റ് ആയി തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് ഈ ഒരു ബൗൾ കമഴ്ത്തി നോക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ അടർന്ന് വീണോളും. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും. അടിപൊളി ടേസ്റ്റിയാണ്. കണ്ടോ, ഇതിൻ്റെ പുറമേയൊക്കെ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ടേസ്റ്റി ചോക്ലേറ്റ് ബർഫി ഉണ്ടാക്കിയെടുത്തിട്ടില്ലല്ലേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചോക്ലേറ്റ് ബർഫി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.